അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തുൽ ബഖറയിലെ 49-ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ 48 വരെയുള്ള ആയത്തുകളിൽ ഇസ്രായേൽ സമൂഹം ആരാണ്, എന്തായിരുന്നു അവരുടെ ചരിത്രം എന്നൊക്കെയാണ് പ്രവാചക പരമ്പരയെ മുൻനിർത്തിക്കൊണ്ട് വിശദമായ ഒരു മണിക്കൂറിലധികം സമയം അതിനെടുക്കേണ്ടി വന്നു. പക്ഷെ ചരിത്രം പറയുമ്പോൾ ചരിത്ര കഥകൾ പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ചരിത്രം വേണ്ട പോലെ പഠിക്കാതെ ഈ ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുകയും സാധിക്കുന്നതല്ല. സൂറത്തുൽ ബഖറയിൽ ഇനി അങ്ങോട്ട് ഇസ്രായേൽ ചരിത്രം തന്നെയാണ്. മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്ര കഥ. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള പ്രവാചകൻ നബി മൂസ അലൈഹിസ്സലാമാണ്. മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഏകദേശം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം 4000 വർഷമാണെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന് ശേഷമുള്ള ആ പ്രവാചക പരമ്പര ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു നോക്കാം. അതായത് 2000 വർഷം, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 2025 നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 4000 വർഷം മുമ്പാണ്. ഏകദേശ കണക്കുകളാണ്. ഇറാഖ്, ഫലസ്തീൻ, പിന്നെ അതുപോലെ മക്കയിലും ആയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദൗത്യം നിയോഗവും അറിയാം. എല്ലാ ചരിത്രവും നമുക്കറിയാം. കഅബ ഷരീഫിൻ്റെ പുനർനിർമ്മാണം അടക്കമുള്ള വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതായത് ഇനി ലോകാവസാനം വരെ ഉണ്ടാവേണ്ട ക്രൈസ്തവ, ജൂത, ഇസ്ലാമിക സമൂഹങ്ങളുടെ സൃഷ്ടിപ്പ്. അപ്പോൾ അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് അത് ശരിയായ തൗഹീദ് ഉൾക്കൊണ്ട വിശ്വാസികളെ കറകളഞ്ഞ വിശ്വാസത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാന പങ്ക്. അതായത് അന്നത്തെ അഗ്നിയാരാധകരായ പേർഷ്യയിലും റോം അതുപോലെയുള്ള അല്ലെങ്കിൽ ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും മഹിമയും ഗോത്രമഹിമയിലൊക്കെ ആണ്ടുപൂണ്ട് ജീവിച്ച ഒരു ലോകക്രമത്തെ മാറ്റി സൃഷ്ടാവായ അള്ളാഹുവിലേക്ക്, അതായത് അള്ളാഹു എന്നുള്ള വാക്ക് പോലും ഒരു പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ടാവില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഭാഷ ഹിബ്രു ആണ്. അള്ളാഹ് എന്ന പദം യഥാർത്ഥത്തിൽ അറബ് പദമാണ്. അപ്പോൾ അവരുടെ ഭാഷയിൽ അവർ തേടിയിരുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ റബ്ബായിട്ടുള്ള ഏകദൈവം, ആ ഏകദൈവത്വം എന്ന ആ ഒരു കൺസെപ്റ്റിനെ ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പാത, ആ മില്ലത്ത് പിന്തുടരാൻ മറ്റ് പ്രവാചകന്മാരോടും അള്ളാഹു കൽപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന തത്വം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയാണ് പിന്നീട് വന്ന പ്രവാചകന്മാർ. അറബ് ലോകത്തേക്ക് അറബിയായിട്ട് വന്ന പ്രവാചകന്മാർ ഹൂദ് അലൈഹിസ്സലാം, സ്വാലിഹ്, അത് പുരാതന അറബ് സമൂഹത്തിലാണ്. പിന്നീട് ശുഐബ് നബിയാണ് മദിയൻ പ്രദേശത്തേക്ക് വന്നിട്ടുള്ളത്. ഈ 3 പ്രവാചകന്മാർ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ മകൻ, അറബിയല്ല ഹിബ്രു ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണ്. വ്യക്തി എന്ന് പറയുന്ന മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദരപൂർവ്വം തന്നെ പറയാം. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മകനും അതുപോലെ തന്നെ അറബ് സംസാരിച്ചു. ജുർഹും എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്, അറബിയെ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ അങ്ങനെ അറബ് സംസാരിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 3 പ്രവാചകന്മാരും പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് അറബിയായിട്ട് വന്ന നബിമാർ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും പറയാണ്. ഹൂദ്, സ്വാലിഹ്, അറബിയിലും അറബ് സംസാരിക്കുന്ന അറബിയായിട്ടുള്ള 3 പ്രവാചകന്മാർ പ്ലസ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ഗണത്തിലേക്ക് നമുക്ക് ചേർക്കാൻ പറ്റുകയാണെങ്കിൽ ഇസ്മായിൽ നബിയെയും ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 5 എന്ന് പറയാം. അല്ലെങ്കിൽ 4 എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ 25 നബിമാരിൽ അറബിയായിട്ട് അറബ് ദേശത്തേക്ക് വന്നിട്ടുള്ളത്. എന്നാലാവട്ടെ ഈ പാരിസ്ഥിതിക മേഖല അത് തന്നെയാണ്. ഫലസ്തീനിലാണ് 15ഓളം പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. ഫലസ്തീൻ എന്ന പുണ്യഭൂമി, ജെറൂസലം എന്നൊക്കെ ഇന്ന് പറയുന്ന പുണ്യഭൂമിയാണ്. അപ്പോൾ വാഗ്ദത്ത ഭൂമിയാണത്. ബനി ഇസ്രായേൽ എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ
മക്കളായിട്ടുള്ള ഇസ്ഹാഖ് നബിയുടെ, അതിൽ ഇസ്മായിൽ നബി ഒരു വശത്ത്, ഇതൊക്കെ സമകാലികരാണ്. അതായത് ഇസ്മായിൽ അലൈഹിസ്സലാം മദീനയിൽ മക്കയിൽ പിന്നെ ഉള്ള അതേ സന്ദർഭത്തിൽ തന്നെയാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഫലസ്തീനിലുള്ളത്. അപ്പോൾ ഫലസ്തീനിലാവട്ടെ ഹിബ്രു ആണ് സംസാര ഭാഷ. അപ്പോൾ ഒരു ഭാഷാപരമായിട്ടുള്ളൊരു വൈവിധ്യം ആ ദേശങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ, നമുക്കറിയാലോ, ഒരു തമിഴ്നാട് എന്തൊക്കെ പറഞ്ഞാൽ തമിഴ്നാട് തന്നെയാണല്ലോ, കേരളം കേരളമാണല്ലോ. അപ്പോൾ അതുപോലെ ഫലസ്തീനാണ്, മക്കയാണ്. കച്ചവട ബന്ധങ്ങളുണ്ട്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവുകളുണ്ട് എന്ന് വെച്ച് നിർത്തിയാൽ ഭാഷാപരമായിട്ടുള്ള ഒരു അകൽച്ച അവർ തമ്മിലുണ്ട്. ഭാഷാപരം മാത്രമല്ല, പല രീതിയിലുള്ള ഉച്ചനീചത്വങ്ങൾ, വർണ്ണത്തിൻ്റെ പേരിൽ, സംസ്കാരത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ഇതൊക്കെ എല്ലാ കാലത്തുള്ള വിഷയങ്ങളാണ്. വർഗീയത അവരിലൊക്കെ നിലനിന്നിട്ടുമുണ്ട്. എന്നാലാവട്ടെ പിന്നീടുള്ള ചരിത്രം, ആ മക്കൾ ഇങ്ങനെ പ്രവാചക ചരിത്രം ഇങ്ങനെ എടുത്തു വരുമ്പോൾ യാക്കൂബ് നബിയുടെ മക്കളിലൂടെ, പിന്നെ യൂസുഫ് നബിയുടെ കാലഘട്ടം വരുമ്പോഴത്തേക്ക് ഈജിപ്ത് കേന്ദ്രീകരിച്ചാണ്. പിന്നെ ഈജിപ്തിലാണല്ലോ പിന്നെ അധികാരവും വരുന്നു യൂസുഫ് അലൈഹി വസ്സലാമിന്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് പ്രവാചകന്മാർക്ക്, പിന്നെ അതായത് യൂസുഫ് നബിക്ക് അനുയായികൾക്കൊക്കെ ഒരു രാജ അധികാരം, ചരിത്രകഥ നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ സൂറ യൂസുഫൊക്കെ എത്തുമ്പോൾ നമുക്ക് ആ കഥയിലേക്കും വരാം വീണ്ടും കുറച്ചുകൂടെ ഡീപ്പായിട്ട്. അപ്പോൾ ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് ഒരു അധികാര കസേര, ഒരു കേവല പ്രവാചകനപ്പുറം ജനങ്ങളുടെ ലീഡർഷിപ്പിലേക്കും ഒക്കെ എത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ യൂസുഫ് അലൈഹി വസ്സലാമിന് ആ ഭരണരംഗത്തേക്കും കൂടെ എത്തുന്ന ഒരു സന്ദർഭം ഉണ്ടായി. പിന്നെ അതേസമയം മദിയനിൽ ഏകദേശം സമകാലിക, പിന്നെ ഒരു നൂറ്റാണ്ട് മുമ്പാണ് മദീനയിൽ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ഒരു നൂറ്റാണ്ട് മുമ്പായിട്ട് വരും അറബി സംസാരിക്കുന്ന ഷുഐബ് നബി. നമുക്കറിയാം സൂറത്തുൽ മുത്തഫിഫിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് പറയേണ്ടി വരും. അയ്യൂബ് അലൈഹിസ്സലാം അതേ സമയത്ത് ഹിബ്രു ഭാഷ അല്ലെങ്കിൽ അരാമിക് സംസാരിക്കുന്ന അവിടെ അതിനു മുമ്പ് 2 നൂറ്റാണ്ട് മുമ്പാണ്. പിന്നെ ദുൽഖുഫിൽ, പിന്നെ മൂസ അലൈഹി, ഇനിയാണ് നമ്മൾ മൂസ അലൈഹി സ്വലാമിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ദുൽഖുഫിൽ, അയ്യൂബ് അലൈഹി സ്വലാം, ഷുഐബ്, യൂസുഫ്, യാക്കൂബ്, ഇസ്ഹാഖ്, ഇസ്മായിൽ ആൻഡ് ലൂത്ത്, ഇബ്രാഹിം. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാമിന് ശേഷമുള്ള പ്രവാചകന്റെ പേരുകളാണ് പറഞ്ഞത്. ഇനി മൂസ അലൈഹി സ്വലാമിലേക്ക് വരുമ്പോൾ ഏകദേശം ഇപ്പോൾ 2000 പ്ലസ് 1300 വർഷം എന്ന് വെച്ചാൽ ഒരു 3300 വർഷം, കൃത്യമായിട്ട് നമ്മളിപ്പോൾ കണക്ക് വെച്ച് പറയണം 325 വർഷം, 2025 എടുക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ 3300 വർഷങ്ങൾക്ക് മുമ്പ് മൂസ അലൈഹി സ്വലാമിൻ്റെ ചരിത്രം. അപ്പോൾ ഈ ഈസാ അലൈഹി സ്വലാമിൻ്റെ ഒക്കെ എത്രയോ മുമ്പാണ്. ഈസാ അലൈഹി സ്വലാം വരുന്നത് നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര വർഷം മുമ്പാണോ നമ്മൾ കാണുന്നത്, 1400 എന്നൊരു കണക്ക് പറയുന്നില്ല, ഇതേപോലെ പറയാവുന്ന ഒരു 1300 1400 വർഷം മുമ്പാണ് മൂസ അലൈഹി സ്വലാമിൻ്റെ ചരിത്ര സംഭവം, മൂസ അലൈഹി സ്വലാമിൻ്റെ നിയോഗം നടക്കുന്നത്. മൂസ അലൈഹി സ്വലാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, എന്നാലും ടച്ച് ചെയ്തിട്ട് പോകാതെ ഇരിക്കാൻ നിർവാഹമില്ല. മൂസ അലൈഹി സ്വലാമിൻ്റെ കാലമായപ്പോഴേക്ക് അവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം. യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ജ്യേഷ്ഠന്മാർ, ലൈക്കാക്കന്മാർ, യാക്കൂബ് അലൈഹി സ്വലാമിൻ്റെ മക്കൾ, ഇവരൊക്കെ 12 ഗോത്രങ്ങളായിട്ട് മാറിയതും അവർ വലിയ ലക്ഷക്കണക്കിന് പിന്നെ സന്താന പരമ്പര വ്യാപിക്കുകയൊക്കെ ചെയ്ത സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഈജിപ്തിൽ അത്രയും ഇവർക്ക് ജനസംഖ്യയുണ്ട്, ഹോൾഡ് ഉണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ കാലക്രമത്തിൽ അതൊക്കെ അധികാര നഷ്ടം ഉണ്ടാവുകയും അവിടെയുള്ള മറ്റ് ഗോത്രങ്ങൾ ഇവരെ കീഴടക്കുകയും ഇവരെ ഒരു കഴിഞ്ഞ ബക്കറയിൽ തന്നെ പറഞ്ഞ പോലെ ഒരു കിഴിയാള മേലാള വിഭാഗമായിട്ട് ചില ഗോത്രങ്ങൾ കയറി നിൽക്കുകയും യാക്കൂബ് അലൈഹി സ്വലാമിൻ്റെ പരമ്പരയെ മെല്ലെ, അതിന് പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ട്, അതിൻ്റെ സപ്പോർട്ടും ഉണ്ടല്ലോ. കാരണം ഈ പ്രവാചക പരമ്പരയും അഹ്ലിനെയൊക്കെ തള്ളിക്കളഞ്ഞ് ആ കുടുംബത്തെയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ലോകക്രമം ഈജിപ്തിൽ ഭരണം ഉണ്ടായി. മാത്രമല്ല സ്വച്ഛാധിപതിയായിട്ടുള്ള ഫറോവമാർ, റാംസിസ് രണ്ടാമൻ, അതുപോലെ തന്നെ ഫറോവ പരമ്പര, അതൊരു പേഴ്സൺ അല്ല, ഇങ്ങോട്ടുള്ള പരമ്പര, ഒരു അധികാരം, ഒരു വളരെ കായികമായിട്ടുള്ള ആ ജനതയുടെ ഒരു പ്രത്യേകത, വളരെ കായികമായിട്ടുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നു. അവരുടെ ശരീരത്തിനും ഒക്കെ നല്ല വലുപ്പമുണ്ടായിരുന്നു. പണ്ട് കാലത്തുള്ളവർക്ക് പൊതുവേ വലുപ്പമുണ്ട്. ഇപ്പം ആദം അലൈഹി ഇസ്ലാമിനൊക്കെ ഉള്ള ഹൈറ്റ് അല്ല നമുക്കുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യക്കാരായ നമ്മൾ മറ്റൊരു ഹജ്ജിനൊക്കെ പോകുന്ന, അംറൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ അറബ് ലോകത്തും GCCയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആളുകളെ കാണുന്നുണ്ട്. നമ്മൾ അവരുടെ ശരീരത്തോട് ഇന്ത്യക്കാർ പൊതുവെ പൊക്കം കുറഞ്ഞവരാണ്, ഇന്ത്യ, ചൈന ഒക്കെ.
അതിപ്പോൾ നമ്മൾ ഖത്തർ രാജാവിനൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരും മറ്റു രാജ്യത്തെ രാജാക്കന്മാരൊക്കെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അത് ഇന്നത്തെ ഹൈറ്റ്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ഹൈറ്റുള്ള കായികമായിട്ട് കരുത്തുള്ള ജനതയായിരുന്നു ഈ ഒരു ഈജിപ്തുകാർ അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന അന്ന് ഇസ്രായേൽ എന്ന സമൂഹം പിന്നെ അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും അവരെ അധമരായിട്ട് കാണുകയും അവർക്ക് അടിമപ്പണികളും വളരെ താഴെ, നമ്മളിപ്പം കേരളത്തിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ഈ ചാതുർവർണ്ണ വ്യവസ്ഥ ഉണ്ടല്ലോ, വൈശ്യരും ശൂദ്രരും ഒക്കെ ആയിട്ട് വളരെ താഴെക്കടയിലുള്ള മോശക്കാരായിട്ട് ഇവരെ കാണുകയും അത്തരം ജോലികൾ മാത്രം ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു ആയത്തിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഫിർഔൻ അതിക്രൂരമായിട്ട് ഫിറോവിന് ഒരു സ്വപ്നം കാണുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ആയത്തിൻ്റെ മീനിങ്ങിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് വരുന്നത്. അപ്പോൾ ഫിറോവിൻ സ്വപ്നം കാണുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പുരോഹിതൻ സ്വപ്നം കാണുന്നതോ ആണ്. ഫിറോവിനുമായിട്ട് ബന്ധപ്പെട്ട ആരോന്ന് സ്വപ്നം കാണുകയാണ്. അവരുടെ നാട്ടുകാർ ആയ ഇസ്രായേൽ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു കുട്ടി വളർന്ന് വലുതായി ആ രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രങ്ങൾക്ക് തടസ്സമായി, അവരുടെ സ്വച്ഛാധിപത്യത്തിന് തടസ്സമായി അവരെ തകർത്ത് കളയുന്ന ഒരു സ്വപ്നം അവർ കണ്ടു. ഈ സ്വപ്നം കാണുക വഴി പിന്നെ അസ്വസ്ഥനാവുകയാണ് ഫിറോൻ. അപ്പോൾ ഫിറോൻ അവിടെയുള്ള പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു ചേർത്ത് ചോദിച്ചു, എന്താ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ കാരണം? അതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണ്. അടുത്ത് തന്നെ ഈ ഏകാധിപത്യം, അതായത് ഫിറോൻ ഒരു ഏകാധിപതിയായ രാജാവ് എന്നതിലപ്പുറം ഒരു ദൈവീകമായ ഒരവസ്ഥ കൂടി ജനങ്ങൾക്ക് മുമ്പിൽ, ഞാൻ റബ്ബുക്കുമുല്ല ആല, ഖുർആൻ തന്നെ പറഞ്ഞ പോലെ ഞാനാണ് റബ്ബ് എന്ന ഒരവസ്ഥയിലേക്ക് ഫിറോൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഫിറോവ ഒരു രാജാവിൻ്റെ അപ്പുറം എല്ലാവരും സുജൂദ് ചെയ്യേണ്ട ഒരവസ്ഥ, മുമ്പിൽ വന്ന് വണങ്ങി സുജൂദ് ചെയ്ത്, അതായത് ഞാൻ ഒരു ദൈവസങ്കല്പത്തിലേക്ക്, അത് ആളുകളത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഫിറോൻ സ്വയം അതൊരു ദൈവമായിട്ട് അഹങ്കാരിയായിട്ടുള്ള സ്വച്ഛാധിപതിയായിട്ടുള്ള രാജാവായിരുന്നു. എന്നാൽ ഇസ്രായേലിനെ വളരെ അതിശക്തമായിട്ട് ഒരർത്ഥത്തിൽ ആദ്യമേ തന്നെ അവർ ആക്രമണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവർ രാജപദവി നേടിയെടുത്തത്. അതോടൊപ്പം ഈ ഒരു സ്വപ്നം കാണുക വഴി, കാരണം അത് തൻ്റെ അധികാരം നഷ്ടമാവുമോ എന്നുള്ളൊരു എപ്പോഴും ഒരു ചിന്ത മനസ്സിലുണ്ട് ഫിറോവൻ. ആ ഫിറോവൻ്റെ ചിന്തകളിലേക്ക് ഇങ്ങനെ സ്വപ്നം വരികയോട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒരു തീരുമാനം എടുത്തു, ഇനി കുട്ടികൾ ജനിക്കണ്ട, ഈ വർഷം ഇനി കുട്ടി ജനിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ കൊന്നുകളയും. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. ആ സന്ദർഭത്തിലല്ല, ആ സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്ത് വരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ, അതായത് അബ്നാഅക്കും, ആ മക്കളെ ഫിറോവിൻ്റെ ആൾക്കാർ, ഇത് നജ്ജൈനാക്കും മിൻ ആലി ഫിറോവിൻ്റെ ആൾക്കാർ വലിയൊരു ശിക്ഷ എന്തായിരുന്നു? യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹയൂന നിസാഅക്കും, സ്ത്രീകളെ ജീവിക്കാൻ വിട്ട് എന്നാൽ മക്കളെ അറുകൊല ചെയ്ത ആ ഒരു വലിയ കഠിനമായ ശിക്ഷ, ആ ഒരു വലിയ അദാബിൻ്റെ സന്ദർഭം നിങ്ങൾ ഓർക്കുക. വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അസീം, കടുത്ത പരീക്ഷണം ഉണ്ടായിട്ടുള്ളൊരു ഘട്ടമാണത്. അള്ളാഹുവിൽ നിന്നുള്ള വലിയൊരു പരീക്ഷണ ഘട്ടമായിരുന്നു ഇസ്രായേൽ സമൂഹം തരണം ചെയ്യും. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഇസ്രായേലിനായിട്ട് അതിനെ കണക്കാക്കരുത്. അന്നത്തെ ഇസ്രായേൽ അന്ന് വളരെ സാധുക്കളായ, ഗതിയില്ലാത്ത അടിമകളെ പോലെ ആ രാജ്യത്ത് ജീവിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായ ഒരു വലിയ ജനവിഭാഗമാണ്. ലക്ഷക്കണക്കിന് ആളുകളുള്ള വലിയ ഒരു ജനവിഭാഗമാണ് ഇസ്രായേൽ ഈജിപ്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന. അവർ വല്ലാത്ത പ്രയാസത്തിലാണ് മൊത്തത്തിൽ. അവർക്ക് സാമ്പത്തികമായിട്ടോ ഒന്നും ഇല്ലാത്ത വളരെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ സന്ദർഭമാണ് ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അടുത്ത ആയത്തിൽ وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ, ബഹ്റ എന്ന് പറഞ്ഞാൽ കടൽ പിളർത്തിക്കൊണ്ട് നമുക്ക് ഫഅൻജയ്നാകും വഅറഖ്നാ ആല ഫിർഔൻ,
ഫിറോ എന്ന് പറഞ്ഞാൽ ഫിറോൻ്റെ ആൾക്കാരെ നിങ്ങളത് നോക്കി നിൽക്കെ തന്നെ വാൻതും തൻദുറൂ നോക്കി നിൽക്കെ തന്നെ അവരെ മുക്കിക്കൊന്നു കളഞ്ഞ സന്ദർഭം. അപ്പോൾ ആ കഥ വളരെ ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞു പോവാതെ നമുക്ക് ഇതിലേക്ക് എത്തുക സാധ്യമല്ല. മൂസ അലൈഹി സ്വലാം ജനിക്കുന്നു, നമുക്കറിയാം, വളരെ വളരെ സ്പീഡിൽ പോവുക. ഇനിയിപ്പോൾ അഥവാ കഥ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഇസ്രായേൽ സമൂഹത്തിൽ ആ പറഞ്ഞ വർഷം ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഉമ്മ വളരെ വേദനിക്കുന്നു, പ്രയാസപ്പെടുന്നു. അപ്പം ഫിറോവിൻ്റെ പട്ടാളക്കാർ ഇപ്പോൾ വരും, കുഞ്ഞിനെ കൊല്ലും. അപ്പോൾ ഒരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിൽ ഒഴുക്കുന്നു. അങ്ങനെ ഒഴുകി അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാവുന്നു. ആ നദിയിലൂടെ ഒഴുകി അത് എത്തുന്നത് ഫിറോവിൻ്റെ കൊട്ടാരത്തിൽ. പിന്നെ അവർ ഫിറോവിൻ്റെ ഭാര്യയും തോഴിമാരൊക്കെ കുളിക്കുന്ന ഭാഗത്തേക്ക് പിന്നെ കൊട്ട എത്തുന്നു. ആ കൊട്ടയിൽ നിന്ന് മൂസ അലൈഹി ഇസ്ലാമിനെ കാണുന്നു. കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞില്ലാത്ത സങ്കടമായിട്ട് ജീവിക്കുന്ന ഫിറോവിൻ്റെ ഭാര്യയ്ക്ക് ആ ഒരു സന്തോഷം, അങ്ങനെ അതിനെടുത്ത് വളർത്താൻ ശ്രമിക്കുന്നു. അതിൽ കുഞ്ഞ് പാല് കിട്ടാതെ കരയുന്നു. അങ്ങനെ പാല് കൊടുക്കാൻ പറ്റുന്ന ആളെ അന്വേഷിക്കുന്നു. അവസാനം അത് അതിലൊക്കെ കുറേ കഥകളുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ആ നൈൽ നദിയിൽ ഇങ്ങനെ ഒരുക്കി വരുന്ന ആ പെട്ടിയുടെ കൂടെ പിന്നെ പെങ്ങളെ കൂടെ ഒരു നോക്കാൻ വേണ്ടി ഒരു മോളെ അയച്ചിരുന്നു. ഉമ്മ, ഫിറോവിൻ്റെ മൂസാ നബിയുടെ ഉമ്മ. മൂസാ നബിക്ക് ഈ കാര്യം അവിടെ പോയിട്ട് പറഞ്ഞു. മൂസാ നബിയുടെ ഉമ്മ തന്നെ കൊട്ടാരത്തിൽ നിന്ന് പാല് കൊടുക്കാൻ പറ്റുന്ന സ്ത്രീയാന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും ഉമ്മയാണ് എന്ന രീതിയിലല്ല പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് പാല് കൊടുക്കാൻ തന്നെ അള്ളാഹു ഏതൊരു ഫിറോവിനെ കൊല്ലാനാണോ മൂസ അലൈഹി സ്വലാം വന്നിട്ടുള്ളത്, ഏതൊരു ക്രൂരനായ അതിക്രമിയായ ഭരണാധികാരിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ മൂസ അലൈഹി സ്വലാം നിയോഗിക്കപ്പെട്ട അതേ കൊട്ടാരത്തിൽ അള്ളാഹു വളർത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അങ്ങനെ മൂസ അലൈഹി സ്വലാം വളർത്തി. പിന്നെ അങ്ങോട്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്. പിന്നെ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. തീയും പാലും ഒക്കെ വെച്ച് കൊടുത്തു. പിന്നെ മൂസ അലൈഹി സ്വലാം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇനി അവസാനം അവിടുന്ന് വളർന്ന് വലുതായി ഒരു ഘട്ടത്തിൽ ഒരു കിബിത്തി ആയിട്ടുള്ള അവിടുത്തെ ഈജിപ്ഷ്യനും ഇസ്രായേൽ പരമ്പരയുള്ള ഒരാൾ തമ്മിൽ ഒരു അടിപിടി ഉണ്ടായപ്പോൾ മൂസ അലൈഹി സ്വലാം ഒന്ന് പിടിച്ചു മാറ്റി മറ്റുള്ളവനെ ഒരു അടി കൊടുത്തു. അതായത് ഇസ്രായേൽ വിഭാഗത്തിലുള്ളവരെ മൂസ അലൈഹി സ്വലാമിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് വലുതായപ്പോൾ തന്നെ ഇസ്രായേലിയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ട് ചെയ്തു. നീതിക്കപ്പുറം ഒന്ന് സപ്പോർട്ട് ചെയ്താന്ന് പിടിച്ചു മാറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അബദ്ധവശാൽ പിടിച്ചു മാറ്റാനുള്ള ഒരു അടിയിൽ മൂസ അലൈഹി സ്വലാം അത്രയും കരുത്തനായിരുന്നു, അത്രയും ശക്തിയുള്ള വ്യക്തി കൂടിയാണ്. ആ അടിയിൽ അന്ന് നബി ആയിട്ടില്ല മൂസ അലൈഹി സ്വലാം, പക്ഷേ ആ അടിയിൽ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. അതിനെ തുടർന്നുണ്ടായപ്പോൾ സംഘർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മൂസ അലൈഹി സ്വലാമിന് പെട്ടെന്ന് ഓൾറെഡി ഫിറഔന് ആ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, മൂസ ഈ രീതിയിൽ പിന്നെ ഇസ്രായേൽ ചോരയിൽ ഉള്ള വ്യക്തിയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചാൻസ് നോക്കി നിൽക്കുകയായിരുന്ന ഫിറഔന് ഒരു നല്ല ചാൻസ്. പക്ഷേ ആ സമയത്ത് മൂസ അലൈഹി സ്വലാം രാജ്യം വിടുകയും പിന്നെ ഈജിപ്ത് വിട്ട് മറ്റൊരു ദേശത്തെത്തുകയും അവിടെ പിന്നെ ഒരു 10 വർഷത്തോളം അവിടെ താമസിക്കുകയും ചെയ്തു. അവിടെ എത്തുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കിണറ്റിൻ്റെ അടുത്ത് വെള്ളം എടുക്കാൻ ചെന്ന സമയത്ത് അവിടെ കുറേ ആടിന് വെള്ളം കൊടുക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു. അവരിങ്ങനെ അവിടെ മാറി നിൽക്കുന്നതും അവിടെ നല്ല തിരക്കൊക്കെ കണ്ടപ്പോൾ അവിടെ ഒരു പാറക്കല്ലെടുത്ത് മാറ്റിയ സന്ദർഭമൊക്കെ പറയുന്നത്. ആ പാറക്കല്ലെടുത്ത് മാറ്റിയ സന്ദർഭത്തിൽ എല്ലാ സ്ത്രീകൾക്കും പെട്ടെന്ന് വെള്ളം എടുത്ത് പോകാനൊക്കെ സൗകര്യമായി. അങ്ങനെ മൂസ അലൈഹി സ്വലാം കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചു. അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വീട്ടുകാർ അവിടെ ചെന്നപ്പം ആ വീട്ടിലെ ഉപ്പ ചോദിച്ചു, എന്തേ നിങ്ങൾ നേരത്തെ വന്നത്? അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്, വെള്ളം കോരാനൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോരാൻ പറ്റും, എന്നാൽ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ മൂസ അലൈഹി സ്വലാം വീട്ടിൽ ചെന്ന് അവിടെയാണ് പിന്നീട് അവിടുന്ന് വിവാഹം കഴിച്ച് 10 വർഷത്തോളം അവിടെ ജീവിക്കുകയാണ്. പിന്നെ 10 കൊല്ലത്തിന് ശേഷം ഉമ്മാനെ കാണണമെന്നോ അല്ലെങ്കിൽ അനിയനെ കാണണമെന്നോ സഹോദരന്മാരെ കാണണോ അല്ലെങ്കിൽ ബന്ധുക്കളെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ ഒന്ന് തിരിച്ചു വരണമെന്ന് മൂസ അലൈഹി സ്വലാം ആഗ്രഹിച്ചു. അങ്ങനെ ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്ന വഴിയെയാണ് തൂരി സീനാ മലയിൽ വെച്ചിട്ട്, സീനാ പർവ്വതത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് തൂർമലയിൽ ആ സമീപ പ്രദേശങ്ങളിൽ അള്ളാഹുവുമായിട്ട് സംസാരം ഉണ്ടാവുന്നു. അവിടെ രാത്രി ആ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കയറിയത്. പക്ഷേ എന്തൊരു വെളിച്ചം കണ്ടു പോയതാണ് മൂസ അലൈഹി സ്വലാം. പക്ഷേ അവിടെ എത്തിയ സന്ദർഭത്തിൽ അള്ളാഹുവുമായിട്ട് സംസാരിക്കുന്നു. ആ വടി നിലത്തിടാൻ പറഞ്ഞ സന്ദർഭവും പിന്നെ ആ വടി നിലത്തിട്ട സമയത്ത് പാമ്പായി മാറിയതും കൈ പ്രകാശിച്ചതും, അതിനുശേഷം അവിടുന്ന് താഴോട്ട് വന്നു. ഇവർ ഒരുമിച്ച് വീണ്ടും ഇവിടേക്ക് ഫിറൗവിൻ്റെ അടുത്തേക്ക് ഹാറൂനെയും പിന്നെ അള്ളാഹുവോട് പിന്നെ തൻ്റെ സഹായത്തിനായിട്ട് ചോദിക്കുക. അങ്ങനെ ഹാറൂനെയും കൂട്ടിയിട്ടാണ് ഫിറൗവിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അവിടെ വെച്ചിട്ട് പിന്നെ വാഗ്വാദങ്ങളാണ് പരസ്പരം, ആരാണ് അള്ളാഹു, ഈ കാര്യങ്ങളൊക്കെ ഒരു ഫിറൗനും മൂസ നബിയും തമ്മിലുള്ള വളരെ ഒരു ഡിബേറ്റ് തന്നെ നടക്കുന്നുണ്ട് അവിടെ.
പിന്നെ ഈ വടി നിലത്തിട്ട് പാമ്പാവുന്നു. പിന്നെ അതിനുശേഷം മാന്ത്രികന്മാരെ കൊണ്ടുവന്നിട്ട് ഒരു കോണ്ടസ്റ്റ് പോലെ, ഒരു മത്സരം പോലെ അവിടെ സംഘടിപ്പിക്കുകയും അതിൽ ഈജിപ്തിൻ്റെ ചരിത്രത്തിലില്ലാത്തവണ്ണം ജനങ്ങൾ ഒരുമിച്ച് ചേരുകയും എല്ലാവരും അതിന് കാഴ്ചക്കാരായി നിൽക്കുകയും ചെയ്ത സന്ദർഭത്തിൽ മന്ത്രികന്മാർ അവരുടെ വടിയും കാര്യങ്ങളൊക്കെ ഇട്ട് വലിയ പാമ്പുകളും സാധനങ്ങളൊക്കെ ഉണ്ടായി, പല ജീവികളും ഉണ്ടായി. പക്ഷേ മൂസ അലൈഹി സ്വലാമിൻ്റെ വടി നിലത്തിട്ട് അത് ഒറിജിനൽ പാമ്പായിട്ട് മറ്റ് വസ്തുവകകളൊക്കെ തിന്നുന്നത് കണ്ടപ്പോൾ മാന്ത്രികർക്ക് മനസ്സിലായി ഇത് മന്ത്രവാദമോ മാജിക്കോ ബ്ലാക്ക് മാജിക്കോ ഒന്നും അല്ല, ഇത് യാഥാർത്ഥ്യമാണ്, ദൈവികതയാണ്. അതുകൊണ്ട് അവരൊക്കെ ഒന്നടങ്കം ഫിറഔൻ്റെ ഭാഗത്ത് ചേർന്നു. ഇസ്രായേൽ ജനതയും ഫിറൗൻ്റെ ഭാഗം ചേർന്നു. അതോടുകൂടി ഫിറൗന് പ്രഖ്യാപിച്ചു. ഫിറൗന് പല പല അടവുകളും നടത്തി, മന്ത്രിസഭയൊക്കെ വിളിച്ചു ചേർത്ത് പല രീതിയിലും അടവുകൾ പറഞ്ഞിട്ട് അതൊന്നും ആരും ചെവിക്കൊണ്ടില്ല. ഇസ്രായേൽ ജനത ഒന്നടങ്കം ഫിറൗനെതിരായി, ഓൾറെഡി എതിരാണ്, മൂസാ നബിയുടെ പിന്നിൽ അണിനിരക്കുകയും ചെയ്തു. അതോടുകൂടി ആരൊക്കെയാണോ മൂസയുടെ കൂടെ കൂടുന്നത് അവരുടെ എതിർ കൈ, അതായത് വലത് കൈയും ഇടത് കാലും അങ്ങനെ ഛേദിക്കുമെന്നൊക്കെ പ്രഖ്യാപനം ഉണ്ടായി. അങ്ങനെ ആക്രമണത്തിന് പദ്ധതിയിടുന്നത് അറിഞ്ഞ് മൂസ അലൈഹി സ്വലാമും പിന്നെ ഇസ്രായേൽ സമൂഹവും അവിടുന്ന് ഈജിപ്ത് വിടാൻ തീരുമാനിച്ചു. അവർക്ക് ഈജിപ്ത് വിടുമ്പോൾ അവർക്കൊരു വാഗ്ദാനം കൊടുത്തിരുന്നു, പുണ്യ ഫലസ്തീൻ അല്ലെങ്കിൽ ജെറൂസലം അല്ലെങ്കിൽ ഒരു പുണ്യഭൂമി, അത് ഫലസ്തീൻ എന്ന പേരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പുണ്യഭൂമിയിൽ നിങ്ങൾ എത്തുമെന്നും അവിടെ നിങ്ങൾക്ക് ഉന്നതമായൊരു ജീവിതം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഹിജറ പോവാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ചെങ്കടലിൻ്റെ മുമ്പിലെത്തുകയും ആ വഴിയിൽ അവർ ബ്ലോക്കാക്കപ്പെടുകയും പിന്നിൽ ഫിറൗൻ്റെ സൈന്യം, മുമ്പിൽ ചെങ്കടൽ, അങ്ങനെ ഒരവസ്ഥ ഉണ്ടായി. അവിടുന്ന് കടൽ പിളർന്നു. അതാണ് ഇവിടെ പറയുന്നത്, ഇത് ഫറഖന ബിക്കുമൽ ബഹ്റ, അവിടെ കടൽ പിളർന്ന് വഴിയാണ്, വടി കൊണ്ട് അടിക്കാൻ പറയാണ്. വടി കൊണ്ട് കടലിനടിച്ച കടൽ വഴി മാറി നിൽക്കുക. ലോക ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ മുഅ്ജിസത്താണ്, അള്ളാഹുവിൻ്റെ സഹായമാണ്, അല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ വഴി ഉണ്ടാകും, ആ വഴിയിലൂടെ ഇവർ അപ്പുറത്തേക്ക് കടന്നു. ആ സമയത്തിൽ പോലും ഈ ഫിറൗൻ്റെയും ആളുകളുടെയും മനസ്സിൽ ദൈവികതയും അല്ലെങ്കിൽ അത്രയും അവരുടെ ധിക്കാരം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ സമയത്തിൽ പോലും വിശ്വാസം അവർക്ക് വന്നില്ല. ഫിറൗനും ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഫിറൗൻ യഥാർത്ഥത്തിൽ ആ വഴിയിലൂടെ തന്നെ അവരെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരു വലിയ മണ്ടത്തരാണ് ചെയ്തത്. ആ വഴിയിലൂടെ ഫോളോ ചെയ്തു. എന്നാലാവട്ടെ കടൽ രണ്ടും ഒന്നായി മുക്കിക്കൊന്നു എന്നാണ്. അനറബുക്കുമില്ലായ എന്ന് പറഞ്ഞ ധിക്കാരിയായ രാജാവ് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന, ചോര കൊണ്ട് ചരിത്രം തീർത്ത ഒരു രാജാവ്. ഇന്നത്തെ രാജാക്കന്മാർക്കൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളാണത്. ഒന്ന് നീന്താൻ പോലും പറ്റാത്ത രീതിയിൽ മുങ്ങി ചത്തുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്തെന്താ നിങ്ങളൊക്കെ നോക്കി നിൽക്കുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ ഇസ്രായേൽ ജനതയോടാണ്. നേരത്തെ കഴിഞ്ഞ പേജിൽ 48-ാമത്തെ ആയത്തിൻ്റെ മേലോട്ടുള്ള ആയത്തുകളിൽ നമ്മൾ സംസാരിച്ചല്ലോ ഇസ്രായേൽ സമൂഹത്തിന് അള്ളാഹു കൊടുത്ത നിയമത്തുകൾ. അങ്ങനെ ആ ഇസ്രായേൽ എന്ന ജനതയെ ഫിറൗവിൻ്റെ കൊടും ക്രൂരതയിൽ നിന്ന് രക്ഷിച്ച് കടൽ കടത്തി ഇപ്പുറത്ത് എത്തിച്ചില്ലേ എന്ന ചോദ്യം, അതും അവർ കൊടുത്ത നിയമത്തിൻ്റെ ഭാഗമാണ്. وَإِذْ وَعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ. മൂസ അലൈഹി സ്വലാമിന് 40 രാവുകൾ അവധി നിശ്ചയിച്ചു. അപ്പോൾ 40 ലൈല, 40 രാവുകൾ. എന്നിട്ട് മൂസ അലൈഹി സ്വലാമിന് എന്തിനാണ് 40 രാവ് നിശ്ചയിച്ചത്? ഇവരങ്ങോട്ട് എത്തിയ സമയത്ത് ഇവർക്ക് അവിടെ ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മന്ന സെൽവ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ചരിത്രങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം മന്ന സെൽവയൊക്കെ കിട്ടും. മന്ന എന്ന് പറഞ്ഞ ഒരു തരം ഒരു ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു മരുഭൂമിയിൽ ഇങ്ങനെ വീഴുന്നൊരു സാധനം. അതപ്പം പിന്നെ കാടപ്പക്ഷിയെ പോലുള്ളൊരു പക്ഷി അവർക്ക് ധാരാളമായിട്ട് പിടിക്കാനും ഭക്ഷിക്കാനൊക്കെ കാരണം മരുഭൂമിയാണ്. മാത്രമല്ല അവർക്ക് നല്ല മേലെ ഒരു കാർമേഘം തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഡെസേർട്ടാണ്. ഈ തൂരിസീന മല എന്ന് പറഞ്ഞാൽ ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ചെടി പോലും ഇല്ലാത്ത സ്ഥലമാണ് അവിടെ. അപ്പോൾ ഭക്ഷണത്തിന് അള്ളാഹു തന്നെ സംവിധാനം ചെയ്തു കൊടുത്തു. അതിൻ്റെ മേലെ കാർമേഘങ്ങൾ കൊണ്ടൊന്ന് നിർത്തി കൊടുത്തു. അല്ലെങ്കിൽ ആ ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കാനുള്ളതാണ്, അവിടെ ഒരു വീട് പോലും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ അള്ളാഹു അവർ അത്രയും വലിയ അനുഗ്രഹങ്ങൾ, അപ്പോൾ ഭക്ഷണവും കൊടുത്തു, മേഘം കൊണ്ട് തണലും നൽകി, ഇതൊക്കെ അവർക്ക് നൽകിയതാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് മൂസ അലൈഹി സ്വലാം പോകുമ്പോൾ ഈ തൂർ മലയുടെ ഭാഗത്തേക്കാണ് പോകാറുള്ളത്. ഈ അള്ളാഹുമായിട്ട് സംസാരിച്ച് ഈ വേദം തൗറാത്ത് ലഭിക്കാൻ. അതായത് ഇവർക്കൊരു ശരീഅത്ത് നിയമമാണല്ലോ, രാജ്യം ഉണ്ടാക്കിയാൽ മാത്രം പോരാ. അവിടെ ഒരു ശരീഅത്ത് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു 70ഓളം എന്നാണ് കണക്ക് പറയുന്നത്. 70ഓളം ആളുകൾ, അവിടുത്തെ നേതാക്കന്മാരെ നല്ല ആളുകളെയും കൂട്ടിയിട്ടാണ് മൂസ അലൈഹി സ്വലാം ഇങ്ങോട്ട് പോകുന്നത് തൂർമലയിലേക്ക്. പോകുമ്പോൾ ഹാറൂനെ അവിടെ അസിസ്റ്റൻ്റായിട്ട് ഹാറൂൻ നബിയെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അലൈഹി സ്വലാം നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്.
കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ 40 ദിവസത്തെ യാത്രയാണ്. അങ്ങനെ മൂസ അലൈഹി സ്വലാം പോകുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? അവിടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ കൊടുത്ത ബിംബാരാധനയിലും ഇതിലൊക്കെ മുഴുകിയുള്ള ഒരു ജനതയാണല്ലോ. അവർ പെട്ടെന്ന് ഇങ്ങോട്ട് കരകയറ്റാൻ മാത്രമല്ല, ഒരു ധിക്കാരികളായ ജനത കൂടിയായിരുന്നു ഇസ്രായേൽ സമൂഹത്തിൽ. അന്നും അങ്ങനെ തന്നെയാണല്ലോ. അവർ അവിടെയുള്ള അതിൽ കൂട്ടത്തിൽപ്പെട്ട ഒരു സാമിരി എന്നാണ് അദ്ദേഹം എന്ന് പറയണ്ട, ഒരു മുശ്രിക്ക്. ആളുകളോടൊക്കെ ഉള്ള സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ട് ഉരുക്കി ഒരു പശുക്കുട്ടിനെ പോലെ ഉണ്ടാക്കി അതിനെ പൂജിക്കാൻ തുടങ്ങി. ഈ 40 ദിവസത്തിൻ്റെ അടുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് അള്ളാഹുവിന് വല്ലാത്ത ഒരു വെറുപ്പുണ്ടാക്കിയ, ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. അള്ളാഹു അത് പിന്നെ പുറത്തു കൊടുത്തു. ആ സന്ദർഭത്തിൽ പിന്നെ അവിടെ മല കയറാൻ പോയ സന്ദർഭത്തിൽ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അവിടെ തൗറാത്തുമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അത് ഇവിടെ വന്നിട്ട് എഴുതിയെടുത്തും ചൊല്ലിക്കൊടുത്തും ഒക്കെ ഹീബ്രു ഭാഷയിലാണല്ലോ ജനങ്ങൾക്ക് പറഞ്ഞിട്ട്. ഈ 70 ആളെ സംഘത്തിന് ഇവിടെ ചൊല്ലിക്കൊടുക്കുന്നുണ്ട് മൂസ അലൈഹി സ്വലാം വന്നിട്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ 70 ആൾ പറഞ്ഞത്രേ, ഞങ്ങൾക്കൊന്ന് അങ്ങനെ കാണണം. മൂസ അലൈഹി സ്വലാം തന്നെ കണ്ടിട്ടില്ല. ആ പ്രകാശം കണ്ട് ബോധം കെട്ടു, ബോധരഹിതനായി എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ആ ശബ്ദം ഞങ്ങൾക്കും കേൾക്കണം, ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് വാശി പിടിച്ചപ്പോൾ അവരെ ആ സമയത്ത് മരിപ്പിച്ചു എന്നാണ് ചരിത്രത്തിൽ. അങ്ങനെ അവരെ മരിപ്പിക്കും. അപ്പോൾ മൂസ അലൈഹി സ്വലാം വീണ്ടും അള്ളാഹുവോട് കെഞ്ചി എന്നാണ്, വളരെ തൗബ ചെയ്തിട്ട് അള്ളാഹിനോട് കാല് പിടിച്ച് എന്ന പോലെ സംസാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ 70 പേരെ വീണ്ടും പുനർജീവിപ്പിച്ചു എന്നാണ്. അള്ളാഹു അങ്ങനെ പുനർജീവിപ്പിച്ചിട്ടാണ് പിന്നെ അവർ തിരിച്ച് സമൂഹത്തിലേക്ക് വരുന്നത്. പക്ഷേ അവർ തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഇവിടെ ഇതാണ് ഈ പശുപൂജ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്പോഴും ആ പൂജകളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് കുഫ്രിയത്ത്, അതായത് ഷിർക്ക് എല്ലാ കാലത്തും നിലനിൽക്കുന്നതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഷിർക്കിനെതിരെ, അത് ഫേക്കായിട്ടുള്ള ദൈവങ്ങൾ ആരാധിക്കുന്നതിന് അതിശക്തമായിട്ട് മൂസ അലൈഹി സ്വലാം വന്നിട്ട് പറയപ്പെടുന്നത് ഹാറൂൻ നബിയുടെ താടി പിടിച്ചു എന്നാണ്. താടിയൊക്കെ പിടിച്ച്, അതായത് അത്രയും കരുത്തനാണ് മൂസനെ. അത് വളരെ ദേഷ്യത്തോടെ കോപത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. എന്താണ് ഞാൻ പോയപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ അക്രമികളായ ജനതയുടെ അക്രമം ഭയപ്പെട്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഹാറൂൻ നബി സംസാരിക്കുന്നുണ്ട്. ഇത് അത്തൈന മൂസൽ കിതാബ ഇത് വായദന മൂസ 40 ലൈല. അപ്പോൾ 40 ദിവസത്തിൻ്റെ ശേഷം പിന്നെ സുമ്മ അഫൗന അൻകും മിൻ ബഅദി ദാലിക ലഅല്ലക്കും തഷ്കുറുൻ. അല്ലാഹു അത് പുറത്തു കൊടുത്തു. നോക്കൂ, അവിടെയൊക്കെ പിന്നെയും പൊറുക്കുകയാണ്. ഇത്രയൊക്കെ അക്രമം ചെയ്തിട്ട് ആ ജനതയെ. ഇപ്പം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറബികളല്ല ഇസ്രായേൽ, നമ്മളത് ശ്രദ്ധിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ജനത നബിയോട് അങ്ങോട്ട് പറയണം, നമ്മൾ യുദ്ധം ചെയ്യാം, ഞങ്ങൾ മുന്നിൽ നിൽക്കാം എന്ന് പറയുന്ന ത്യാഗശാലികളായ, നിഷ്കളങ്കരായ, വാക്ക് പറഞ്ഞാൽ വാക്കിന് വിലയുള്ളവരായിരുന്നു അറബ് ലോകം. അത് ഇന്നും അങ്ങനെയാണ് കേട്ടോ. ഇന്നും അങ്ങനെയാണ്. അറബികളുടെ ഒരു ക്യാരക്ടർ തന്നെ വാക്കിന് വിലയുള്ള അറബ് ലോകമാണ്. അപ്പോൾ അതിനൊക്കെ ആ ഒരു ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള അറബ് ലോകത്തെ ഇതിനു വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് മാർഗദർശക ഗ്രന്ഥമായിട്ട് വിശുദ്ധ ഖുർആൻ നിലനിൽക്കണമെങ്കിൽ, ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് മാർഗദർശനമായിട്ട് ഖുർആൻ നിലനിൽക്കണമെങ്കിൽ അതിന് പറ്റിയൊരു ജനത തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അതിനാണ് ഇസ്മായിൽ അലൈഹി സ്വലാം വഴി ഇങ്ങോട്ട് ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ പരമ്പരയിൽ പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അതിൻ്റെ അടുക്ക് വേറെ പ്രവാചകന്മാരില്ല അറബ് ലോകത്തേക്ക്, ഇവിടേക്ക് മക്കയിലേക്ക്. അപ്പോൾ ആ മക്കയിലേക്ക് ഇത്രയും കാലഘട്ടം കാത്തിരുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമിന് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം മക്ക അതിന് തിരഞ്ഞെടുത്ത്, മക്ക അതിന് പ്രാപ്തമാക്കി മക്കയിലേക്ക് അത് കൊണ്ടുവന്നതിൻ്റെ ചരിത്രം നമ്മൾ വിസ്മരിക്കരുത്. ഇത് പറയുമ്പോൾ മൂസ അലൈഹി സ്വലാമിൻ്റെ ജനത പറഞ്ഞ് നീയും എൻ്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തു എന്നാണ്. നന്ദി കേട്ടൊരു ജനതയായിരുന്നു മൂസ അലൈഹി സ്വലാമിൻ്റെ. വൈദ അത്തൈന മൂസൽ കിതാബ വൽ ഫുർഖാന ലഅല്ലക്കും തഹ്തദൂൻ. ഫുർഖാൻ എന്നുള്ള പദം ഖുർആനെയും നമ്മൾ ബദർ ദിനത്തെയും യൗമുൽ ഫുർഖാൻ എന്നാണ് പറയുക, സത്യാസത്യ വിവേചക ദിവസം. അപ്പോൾ സത്യാസത്യങ്ങളെ വിവേചിച്ച് ശരീഅത്ത് നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ ദൈവിക നിയമങ്ങൾ ഈ ഒരു തൗറാത്തിലൂടെ ജനതയെ പഠിപ്പിച്ചു മൂസ അലൈഹി വസല്ലം. അതാണ് ഇസ്രായേൽ സമൂഹത്തിന് അനുഗ്രഹമായിട്ട് അവർക്ക് ഹിദായത്തിന് വേണ്ടി, അവരെ ഹിദായത്തിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂസ അലൈഹി വസല്ലം ഫുർഖാൻ അവർക്ക് നൽകി. വഇദ് ഖാല മൂസ ലിഖൗമിഹി യാ ഖൗമി, മൂസ അലൈഹി വസല്ലം ഖൗമിനോട് പറഞ്ഞു, യാ ഖൗം ഇന്നകും വലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ അജ്ല ഫതൂബു ഇലാ ബാരിഇകും. നിങ്ങൾ ഈ അജ്ൽ, അതായത് ഈ ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കിയില്ലേ, അതുവഴി നിങ്ങൾ അൻഫുസക്കും, നിങ്ങളുടെ സ്വന്തം നിങ്ങളെ തന്നെയാണ് എന്ത് ചെയ്തത്,
അക്രമത്തിന് ഇരയാക്കിയിട്ടുള്ളത്. നിങ്ങൾ ആത്മദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളോടുള്ള ദ്രോഹം തന്നെ ചെയ്തത്. അതുകൊണ്ട് ഫതൂബു ഇലാ ബാരിഇക്കും, നിങ്ങൾ തൗബ ചെയ്യാം, നിങ്ങൾ പശ്ചാത്തപിക്കുക. ഫഖ്തുലു അൻഫുസകും ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിക്കും ഫതാബ അലൈക്കും ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. നിങ്ങൾ നിങ്ങളെ ദ്രോഹിച്ചതിന് പകരം നിങ്ങളെ റബ്ബിനോട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന് പറയാം. നിങ്ങളെ ത്യാഗം ചെയ്യുക എന്നാണ് പറഞ്ഞത്. നിങ്ങളെ ഹനിക്കുക എന്നുള്ളൊരു വാക്ക് അവിടെ. അൻഫുസക്കും ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇൻദ ബാരിക്കും ഫതാബ അലൈക്കും ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അല്ലാഹു ആ തൗബ സ്വീകരിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ അവർ പശ്ചാത്തപിച്ചിട്ടുണ്ടാവണം, ഒരുപക്ഷെ അവർ പശ്ചാത്തപിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചത്. വഇദ് ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റതൻ ഫഅഖദത്കുമുസ് സ്വായിഖതു വഅൻതും തൻദുറൂൻ. മൂസാ അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, അവരോട് ഈ ജനത പറഞ്ഞ വാക്കാണ് ഇത്. നേരത്തെ പറഞ്ഞ 70 ആളുകളുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിൻ്റെ റബ്ബിനെ, അങ്ങനെ പറയാം, നിൻ്റെ റബ്ബിനെ, റബ്ബുക്ക, അവരപ്പോഴും അവരവരുടെ റബ്ബായിട്ട് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. നിൻ്റെ റബ്ബിനെ ഞങ്ങളൊന്ന് നേരിട്ട് കാണണം, എന്നാൽ മാത്രമാണ് ഞങ്ങൾ അത് പറഞ്ഞിട്ട് വാനത്തും തന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫഅഖദത്കുമു സ്വായിഖതു, ഒരു ഘോരമായൊരു ശബ്ദത്തോടു കൂടെ അവർ നോക്കി നിൽക്കെ തന്നെ ഒരു ഘോരമായ ശബ്ദത്തോടു കൂടെ അവരെല്ലാവരും മരിച്ചു വീണു എന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. അത് നേരത്തെ സന്ദർഭം പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നില്ല. തുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും ലഅല്ലകും തഷ്കുറൂൻ. അവർ നന്ദിയുള്ളവർ, വീണ്ടും അവരെ പുനർജീവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എത്രമാത്രം നന്ദി കിട്ടൊരു ജനതയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞത്. അന്നും ഇന്നും എങ്ങനെ തന്നെയാണ്. وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى. മന്നയും സൽവയും കൊടുത്തു. മാത്രമല്ല അവർക്കൊരു ഗമാം, അവർക്കൊരു മേഘത്തണൽ അതിൻ്റെ മേലെ. വല്ലൽന അലൈക്കുമുൽ ഗമാം, ഒരു ഷെയ്ഡ് പോലെ ആകാശത്ത്. കാരണം അവിടെ ഒരു തരി പിന്നെ തണലില്ലാത്തൊരു സ്ഥലമാണത്. ആ തൂര് സീനാമല, ഇന്നും സീനാമല അവിടെ കിടക്കുന്ന ആ പ്രദേശങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അത്രയും ചൂട് നിറഞ്ഞ അവിടെ ജീവിക്കുക പ്രയാസമാണ്. പക്ഷേ അവിടെ അള്ളാഹു തണലൊരുക്കി കൊടുക്കും. ഇത്രയും നന്ദി കിട്ടും. പിന്നെ ഈ പശുക്കുട്ടീനെ ഉണ്ടാക്കുന്ന മൂസാ അലൈഹി സ്വലാമിനോട് നീ നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ഒരു ധിക്കാരികളായ ജനതയായിരുന്നിട്ട് പോലും ഇസ്ഹാഖ് നബിയുടെ മക്കളാണല്ലോ. ഒരു കാലത്ത് തൗഹീദ് ഉൾക്കൊണ്ട് ജീവിച്ച താവഴിയിലെ ജനതയാണ്. അവർക്ക് അള്ളാഹു പ്രതീക്ഷയോടുകൂടി പിന്നെയും അവർക്ക് എന്ത് ചെയ്തു? അനുഗ്രഹങ്ങൾ നൽകുകയാണ്. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുത്തവിടെ. വമാ ളലമൂന വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അവർ യഥാർത്ഥത്തിൽ അവർ ദുൽമ ചെയ്തത് അള്ളാഹുവിനല്ല, അള്ളാഹുവിനോടല്ല അവർ ദുൽമ ചെയ്തത്. അവർക്ക് ഈ തണൽ കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഫിറഔവിൻ്റെ കൊടും ക്രൂര പീഡനങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയിട്ട് എല്ലാം കൊണ്ടും അവർക്ക് അനുഗ്രഹീതരായ ഒരു ജനവിഭാഗമായിട്ട് അവർ തിരഞ്ഞെടുത്തിട്ട് പിന്നെയും അവർ പശുക്കുട്ടിനെ ഉണ്ടാക്കാനും അള്ളാഹുവിനതി തൗറാത്ത് അനുസരിച്ച് ജീവിക്കാൻ അവർ തയ്യാറാവുന്നില്ലെങ്കിൽ അംഫുസഹും യദുന, അവർ സ്വന്തം ആത്മാവിനെ, സ്വന്തം ശരീരത്തെയാണ് അവർ ളുൽമിലേക്ക്, അക്രമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. وَإِذْ قُلْنَا ادْخُلُوا هَذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. അവരോട് ഇത് ഫലസ്തീനാണ് എന്നാണ് മിക്ക മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം. അല്ലെങ്കിൽ അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന ഒരു പുണ്യഭൂമി, അവർക്ക് ഇവിടെ തൂർ സീന മലയുടെ ഭാഗത്തല്ല, അവർക്ക് വിശാലമായിട്ട് ജീവിക്കാനുള്ള ഫലസ്തീൻ ഒരു പുണ്യഭൂമി, അല്ലെങ്കിൽ പൂർവ്വ പ്രവാചകന്മാരുടെ ഇസ്ഹാഖ് നബിയുടെ, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ഒക്കെ പാരമ്പര്യത്തിലുള്ള അവരുടെ പാരമ്പര്യ ഭൂമി അവർക്ക് തിരിച്ചു തരാമെന്ന് അള്ളാഹു ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു. ആ ഒരു വാഗ്ദാനം മൂസാ അലൈഹി സ്വലാം അവർക്ക് നൽകിയിട്ടുണ്ട്.
ആ ഒരു വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരോട് ആ നാട്ടിലേക്ക് പോകാൻ അവരോട് പറഞ്ഞപ്പോൾ ആ പട്ടണത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അതീവ ഭവ്യതയോടെ താഴ്മയോടുകൂടി അവിടെ പോയിട്ട്, സാധാരണ നമ്മൾ ഈ മക്കം ഫത്തഹിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പോയത്, സാധിക്കുമായിരുന്നല്ലോ, ലക്ഷത്തോളം വരുന്ന സർവ്വവിധ സൈന്യ സന്നാഹങ്ങളുമായിട്ട് മക്ക ജയിച്ചടക്കി വരുമ്പോൾ അവിടെ ശരിക്കും മക്കയിലെ മുമ്പ് അവരുടെ എല്ലാ പ്രതികാരവും തിരിച്ചു വീട്ടാനുള്ള സന്ദർഭമാക്കി അതിനെ ഉപയോഗപ്പെടുത്താമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അങ്ങനെ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിലും ചരിത്രത്തിൽ ഒരിക്കലും നബിയെ ഒരു മോശക്കാരനെ ചിത്രീകരിക്കാൻ കഴിയില്ലായിരുന്നു. എന്നിട്ട് പോലും അവിടെ വളരെ നല്ല നിലപാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൈക്കൊണ്ടത്. പക്ഷേ ഇവിടെ അത് തന്നെ, ഈ ജനതയോട് പറയാം, നിങ്ങൾ അവിടെ അക്രമം കാണിക്കാനൊന്നും പാടില്ല, വളരെ ഭവ്യതയോടുകൂടി നഗ്ഫിർ ലക്കും, അതായത് സുജൂദ് ചെയ്തുകൊണ്ട് അത്രയും താഴ്മയോടുകൂടി വേണം നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കാൻ. സനസീദുൽ മെഹ്സിനീൻ, നിങ്ങൾ സുഹൃതവാന്മാരായിട്ട് നല്ല മനുഷ്യരായിട്ട് മാറിയാൽ അള്ളാഹു നിങ്ങൾക്ക് പിന്നെയും ഒരുപാട് നിഅമത്തുകൾ നൽകുന്നതാണ്. എന്ത് സ്നേഹത്തോടെയാണ് ഇവരെ കൈകാര്യം ചെയ്ത അള്ളാഹ്. ഫബദ്ദലല്ലദീന, എന്നാൽ സംഭവിച്ചതോ فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. എന്നാൽ അവർ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. അവിടെ ഹിത്വ എന്ന് പറഞ്ഞാൽ അതായത് ഹിബ്രു ഭാഷയിൽ ഉള്ളൊരു വാക്കായിരിക്കാം. നമ്മൾ അൽഹംദുലില്ലാ അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു താഴ്മയുടെ വാക്ക്, ഒരു പദമാകാം ആ വാക്ക്. പക്ഷെ അതിന് പകരം അവർ വേറെ പല വാക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് അങ്ങ് എന്ത് ചെയ്തത്, അവർ സ്വീകരിച്ചത്. എന്നാൽ ആ അക്രമത്തിൻ്റെ ഫലമായിട്ട് അവരോട് പറഞ്ഞതൊന്നും അവർ ചെയ്തില്ല. അവർ പറഞ്ഞത്, എന്നിട്ട് അവർ ആ ളുൽമ് ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു അവർ റിജ്സം മിനസ് സമാഇ ബിമാ കാനൂ യഫ്സുഖൂൻ, അവർക്ക് ഗതിയില്ലാതെ അവർ അലയേണ്ടി വന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അള്ളാഹു അവർക്ക് 40 വർഷത്തെ കഠിനമായ ശിക്ഷ നൽകി. അവർക്ക് മരുഭൂമിയിൽ അലയേണ്ടി വന്നു എന്നാണ്. അവർക്ക് ആ നാട്ടിൽ പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായി എന്നുള്ളതാണ്. അതൊക്കെ അവരുടേതായ പ്രവൃത്തികൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അമലുകൾ അത്രക്കും ദൈവധിക്കാരത്തോടും ദൈവനിഷേധത്തോടുള്ള ആ നിഷേധാത്മക നിലപാട് കൊണ്ട് തന്നെയാണ് അവർ സ്വന്തം ളുൽമ്, അവരുടെ ശരീരത്തോട് ളുൽമ് ചെയ്തതിൻ്റെ പേരിലാണ് അള്ളാഹു ആ ജനതയെ ശിക്ഷിച്ചത്. അപ്പോൾ ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം നമുക്കിപ്പോൾ മനസ്സിലായില്ലേ. ഇത് ഇപ്പോൾ മാത്രമല്ല, ചരിത്രത്തിൽ അങ്ങനെയാണ്. അത് ഒരു നാട്ടിലെ ജനത എന്ന് പറഞ്ഞാൽ അതിന് സാംസ്കാരികമായിട്ടും ആ നാടിൻ്റെ സാമ്പത്തിക, രാഷ്ട്രീയ, പാരിസ്ഥിതിക സാഹചര്യങ്ങളൊക്കെ അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. അപ്പോൾ കേരളത്തിലെ മലയാളികളായാലും ഇപ്പോൾ നമ്മളിവിടുത്തെ ഹിന്ദുക്കളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ഇവിടുത്തെ ഏത് മനുഷ്യന്മാരായാലും മനുഷ്യത്വമുള്ളവരായിരിക്കും മലയാളികൾ. മലയാളി എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യത്വത്തിൻ്റെ ഒരു ഉദാഹരണം. അത് നമുക്കിപ്പം ഇവിടുന്ന് മലയാളിക്ക് ഒരു മലയാളി മനസ്സിലായില്ലെങ്കിലും പുറത്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പം ഇതര യുഎയിലോ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കത് മലയാളികൾ എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെയൊക്കെ നന്മ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവില്ല. അത് പുറത്ത് ഉത്തരേന്ത്യയിൽ പോയാൽ അവിടെയുള്ള ആളുകൾ ജീവിക്കുന്നതും അവരുടെ ആളുകളുടെ പരസ്പരമുള്ള സ്വഭാവങ്ങളൊക്കെ നമുക്ക് അത് മനസ്സിലാവുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷെ അതുപോലെ ഈ ജൂതന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഒരു എത്ര കിട്ടിയാലും എത്ര കൊണ്ടാലും പഠിക്കാത്ത എന്നാൽ വളരെ ധിക്കാരികളായിട്ടുള്ള ഒരു ജനതയായിരുന്നു ചരിത്രത്തിൽ എന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു. ഇനിയും തുടർന്നും ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.